നമ്മൾ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസിനെതിരെ CPM വലിയ രീതിയിൽ ആയുധങ്ങളൊക്കെ ആക്കാറുണ്ട്. ഈ നേതാക്കൾ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ശശി തരൂർ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ്. DYFI പരിപാടിയിലേക്കൊക്കെ ശശി തരൂരിനെ ക്ഷണിക്കുന്നു. ഇതിനെ കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശ്രീ ശശി തരൂർ അദ്ദേഹം നടത്തിയ പ്രസ്താവനയെക്കുറിച്ച് അവസാനം ഹൈക്കമാൻഡ് തന്നെ ഇടപെട്ട് ഏകദേശം ഒരു ധാരണയിലെത്തിയല്ലോ. അതുകൊണ്ട് ഞാനത് റീഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എനിക്കതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. നമ്മൾ ദീർഘകാലമായി കാത്തിരുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകണം. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ജനാധിപത്യ വിശ്വാസികൾക്കുണ്ടായിരുന്നത്. പക്ഷേ തിരിച്ചടിയായി. നമുക്ക് കിട്ടിയ സീറ്റ് തന്നെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറവാണ്. ഇപ്പം വന്ന് നിൽക്കുന്നത് ഈ പൊസിഷനിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോകണം. അപ്പോൾ ഒന്ന് പാർട്ടി മാത്രമല്ല, പാർട്ടിയെ സഹായിക്കുന്ന ഒരു മുന്നണിയുണ്ട്. അപ്പോൾ പാർട്ടിക്കും മുന്നണിക്കും ഒരുപോലെ അക്സെപ്റ്റബിളായിട്ടുള്ള നിലയല്ല നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. ഇന്ത്യയിൽ ഏത് സ്ഥലത്താണെങ്കിലും കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സ്ഥലങ്ങളാണെന്നൊരിക്കൽ മുന്നണിയെ നോക്കേണ്ട, പാർട്ടിയെ നോക്കിയാൽ മതി. ഇവിടെ മുന്നണിയും കൂടെ നിൽക്കുകയല്ലേ. അപ്പോൾ ഈ ടോട്ടൽ ഫാബ്രിക്കിന് കേടുപാടുണ്ടാകുന്ന രൂപത്തിൽ നമ്മൾ സമീപനം എടുക്കരുതല്ലോ. ആ സമീപനത്തെക്കുറിച്ചായിരിക്കാം അദ്ദേഹത്തോട് പറഞ്ഞതെന്ന് ഞാൻ കണക്കാക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള റിയാക്ഷൻ പോസിറ്റീവാണ്. അദ്ദേഹം അതൊക്കെ നിർത്തി ഈ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും അവർ മുന്നോട്ട് പോവുക. നമ്മുടെ നമ്പർ 1 ശത്രു ആരാ? സ്വന്തം പാർട്ടിക്കാരാ. നമ്മുടെ എല്ലാ വിഷമത്തിലും നമുക്ക് വേണ്ടി നിൽക്കേണ്ടതും നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടതും മറ്റാളുകളുടെ മുമ്പിൽ തല ഉയർത്തി സംസാരിക്കേണ്ടത് നമ്മുടെ പാർട്ടിക്കാരാണ്. നമ്മുടെ പാർട്ടിയെ കുത്തിയാൽ മറ്റു പാർട്ടിക്കാർക്കാണോ ഗുണം, അതെയോ നമ്മുടെ പാർട്ടിക്കാണോ ഗുണം? നമ്മുടെ പാർട്ടിക്കാരുടെ അവരുടെ എല്ലാ വിധത്തിലുള്ള വിഷമങ്ങളും വർദ്ധിച്ചു വരികയല്ലേ ഉള്ളൂ. അങ്ങനെ ചെയ്യാമോ? അവർക്കൊരു ആത്മധൈര്യം നഷ്ടപ്പെടുകയില്ലേ? നേതൃത്വം ചെയ്യേണ്ടതെന്താ? ആ ആത്മധൈര്യത്തെ സംരക്ഷിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പാർട്ടി കേഡറാണ്. പാർട്ടിക്കാരെന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് പാർട്ടി കേഡറാണ്. ഒരു കേഡറിൻ്റെ ആത്മധൈര്യം നഷ്ടപ്പെട്ടാൽ അത്രയും കുറവ് നമുക്ക് വരുമല്ലോ. കാർപ്പറ്റ് ബോംബ് ഇടുന്നതുപോലെ എല്ലാ ആളുകളുടെയും ആത്മധൈര്യം നഷ്ടപ്പെടുന്ന രൂപത്തിൽ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ഹൈക്കമാൻഡിൽ നിന്ന് തന്നെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഇനി ഇതിനെക്കുറിച്ചൊരു ചർച്ചയ്ക്കാരും പോകരുതെന്ന്. ഞാനതുകൊണ്ട് ശ്രീ ശശി തരൂരിൻ്റെ കാര്യത്തിൽ അതൊരു ഫുൾ സ്റ്റോപ്പിലെത്തിയ കാര്യമാണ്. ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ ചെന്നതാണ്. രാഹുൽജിയുടെ അടക്കമുള്ള നേതാക്കന്മാർ അതിനെക്കുറിച്ച് പരിശോധിച്ചിട്ടുണ്ട്. ഇനി ഞാനതിനെക്കുറിച്ച് ഒരു കാര്യവും പറയുന്നില്ല. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു ജനറൽ അസസ്മെൻറ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം സാർ നേരത്തെ പറഞ്ഞു, ഒരു കേഡറിന് എന്തെങ്കിലും വിധിച്ചാലുണ്ടെങ്കിൽ അത് പാർട്ടിയെ മൊത്തത്തിൽ ബാധിക്കും. പലപ്പോഴും VD സതീശനും KS സുധാകരനും തമ്മിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തു വരാറുണ്ട്. ഇത് താഴെ തട്ടിലുള്ള ഘടകത്തെ ബാധിക്കില്ലേ? എനിക്ക് തോന്നുന്നു അത് ഇഷ്യൂസ് അല്ല. അപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഈ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്നുള്ളതല്ലേ ഉള്ളൂ. അതിനേക്കാൾ അപ്പുറത്തൊന്നുമില്ല. അപ്പോൾ ഉണ്ടാകുന്ന ഓരോ കാര്യം അതിനകത്ത് ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ, അത് പിന്നെ പത്രങ്ങൾ അങ്ങോട്ട് നന്നായിട്ട് കൊട്ടിഘോഷിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും വലിയ കൺഫ്യൂഷനാണെന്ന് തോന്നും. എല്ലാം ശാന്തമായി പോകല്ലേ. നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മളെ വിശ്വസിച്ച് നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെൻറ് ഉണ്ടാകണം. ആ ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള നമ്മുടെ പരിശ്രമത്തിൽ ഒരു റൂട്ട് പോലും പാഴായി പോകരുത്. ഒരു നടപടി പോലും അതിനെതിരായി വരരുത്. അതെല്ലാം ശാന്തമായി പോകണം. എങ്കിൽ മാത്രമേ ലക്ഷ്യപ്രാപ്തിയിലെത്തൂ. അല്ലെങ്കിൽ നമ്മൾ ആ ലക്ഷ്യത്തിലെത്താതെ പോകും. അതിൻ്റെ ഒരു ട്രയൽ റൺ ആയിരിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ആണല്ലോ, ഉറപ്പാണല്ലോ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അത് നമ്മളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മളുടെ ഒരു നിലയിൽ വന്ന് നിൽക്കുകയല്ലേ. അത് കഴിഞ്ഞാൽ സബ്സിക്വൻ്റ് ആയിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരികയല്ലേ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം നമുക്ക് ജയിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ട് നീതിബോധം പറഞ്ഞിട്ട് കാര്യം വരുമുണ്ടോ? അല്ലെങ്കിൽ അതിന് ടെക്നിക്കലായിട്ടുള്ള മറുപടി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജയിച്ചോ തോറ്റയോ, അതാ പ്രധാനപ്പെട്ട പ്രശ്നം. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവൻ ജയിക്കും, അല്ലാത്തവൻ തോക്കും. തോറ്റതിന് നീതീകരണം കണ്ടിട്ട് കാര്യമില്ല. ജയിക്കാനുള്ള ഒരു നീതിബോധത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകണം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.